ടെറിട്ടറീസ് യൂഷ്വലി ഗെയിൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പ് എടുത്തെടുത്താണ് ഈ അതിരുകൾ മുഴുവൻ നമുക്ക് കൈവശമാക്കാൻ പറ്റുന്നത്. ഇത് ജീവിതത്തിൻ്റെ ഒരു വലിയ ലെസനാണ്. ഓരോ ദിവസവും ഇന്നത്തെ ദിവസം ചിലതൊക്കെ കൈവശമാക്കാനുണ്ട്, അത് ഇന്ന് ചെയ്യണം. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാ പ്രേക്ഷകരെയും വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് ലോകമെമ്പാടും ബ്ലെസ്സിങ് ടുഡേ ഫാമിലിയിലുള്ള ഓരോ അംഗങ്ങളും ലൈവ് ചാറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് പല രീതിയിൽ ലൈവ് ചാറ്റിൽ ഇൻട്രാക്ട് ചെയ്യാം, പ്രൈസ് ലോർഡ് പറയാം, ഗുഡ് മോർണിംഗ് പറയാം. എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ഈ മോർണിംഗ് ഗ്ലോറിയിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോവുകയാണ്, നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ക്രിസ്തുവിൽ വളർന്ന് ക്രിസ്തുവിൽ തികഞ്ഞവരായി തീരുകയാണ്. സോ ഇറ്റ്സ് എ പ്രോസസ് ആൻഡ് ദ ലോർഡ് ഇസ് ലീഡിങ് അസ് ഈച്ച് ഡേ. അതിനുവേണ്ടി എല്ലാം നമുക്ക് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നന്ദി പറയാം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കോ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. പുനലൂരിൽ നിന്ന് സുമംഗല സിസ്റ്ററാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. പറഞ്ഞിരിക്കുന്ന മകൾ സജനിയുടെ ജോലിയിൽ പ്രമോഷൻ ലഭിച്ചതിനും മരുമക്കളായ ബിജുവിനും പ്രദീപിനും ജോലി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കളായ അദ്വൈതിനും ധ്വനിക്കും വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എക്സാമിൽ നല്ല റിസൾട്ട് കൊടുക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ജോലി മേഖലയിൽ വീണ്ടും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, സാമ്പത്തിക മേഖലയിൽ വീണ്ടും അനുഗ്രഹം ഉണ്ടാകട്ടെ, ആത്മിക മണ്ഡലത്തിൽ കർത്താവ് അങ്ങയുടെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്താലും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ട്രിവാൻഡ്രം പട്ടണത്തിലുള്ള വ്യക്തികൾ മെയ് 8 അവിടെ നമ്മുടെ മീറ്റിംഗ് നടക്കുകയാണ്. ദ ഗ്യാതറിംഗ്. പാസ്റ്റർ ഡാമിൻ ആൻഡ് പാസ്റ്റർ ഷമ വന്ന് ശുശ്രൂഷിക്കുന്നതാണ്. അപ്പോൾ തന്നെ മെയ് 16 കോഴഞ്ചേരി ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. സോ കോഴഞ്ചേരിയിൽ നിന്ന് കാണുന്ന വ്യക്തികൾ, അവരുടെ അടുത്തുള്ള പ്രദേശങ്ങൾ, റാന്നി, കോന്നി തുടങ്ങിയുള്ള അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് കാണുന്ന വ്യക്തികൾ, നിങ്ങളും തീർച്ചയായിട്ടും വരിക. വലിയ പ്രതീക്ഷയോടെ വരിക. കർത്താവ് അതിശക്തമായ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. UK നമ്മൾ മെയ് അവസാനത്തെ ആഴ്ചകളുണ്ടാകും. സോ മെയ് ലാസ്റ്റ് വീക്ക്, മെയ് 29th and 30th UK കാണുന്ന വ്യക്തികൾ ക്യാച്ച് ദ ഫയർ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് ജോയിൻ ചെയ്യുക. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. ഇന്ന് മെയ് 5 ചൊവ്വാഴ്ച. നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ ആ പേജ് എടുക്കുക. ഇന്ന് ഫോക്കസ് വേർഡ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? എക്സൈറ്റിംഗ്. ന്യൂ ടെറിട്ടറീസ്. പുതിയ പ്രദേശങ്ങൾ, പുതിയ അതിരുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഫോക്കസ് വേർഡ്സ് നോക്കി. ആവർത്തന പുസ്തകം 11:24. എവറി പ്ലേസ് വെർ യു സെറ്റ് യുവർ ഫുട്ട് will be yours. Every place you set your foot will be yours. നീ കാൽ വയ്ക്കുന്ന ദേശം അല്ലെങ്കിൽ കാൽ വയ്ക്കുന്ന പ്രദേശം നിൻ്റേതായിരിക്കും. കാല് വെച്ചാൽ മതി, അത് നിങ്ങളുടേതായിരിക്കും. ഡെക്ലറേഷൻ നോക്കൂ. I step into new territories of favor and fruitfulness today. The Lord goes before me. ഇന്നത്തെ പ്രഖ്യാപനം എന്താണ്? എല്ലാവരും ചേർന്ന് ഒന്ന് പ്രഖ്യാപിച്ചേ. ഞാനിന്ന് പുതിയ പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതിയ ദേശത്തേക്കും പുതിയ ദൈവത്തിൻ്റെ പ്രസാദത്തിലേക്കും പുതിയ ഫലപ്രാപ്തിയിലേക്കും കാൽ വയ്ക്കുന്നു. കർത്താവ് എനിക്ക് മുൻപായി പോകുന്നു. വാട്ട് എ ഡെക്ലറേഷൻ. ഇപ്പോൾ നമുക്ക് ബൈബിൾ റീഡിംഗ് പ്ലാൻ മറക്കല്ലേ, വായിക്കണേ, ടിക്ക് ചെയ്യണേ. ഇനി ന്യൂ ടെറിട്ടറീസ് അല്ലെങ്കിൽ പുതിയ ദേശങ്ങൾ, പുതിയ പ്രദേശങ്ങൾ, പുതിയ അതിരുകൾ, അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയാൻ പോവുക. സോ പുതിയ പ്രദേശങ്ങൾ, ഇതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. നമ്പർ 1, ന്യൂ ടെറിട്ടറീസ് ബിഗിൻ വിത്ത് മൂവ്മെൻറ്റ്. ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ, എങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകുമ്പോഴാണ് പുതിയ പ്രദേശങ്ങൾ കൈവശമാക്കാൻ കഴിയൂ.
പുതിയ പ്രദേശങ്ങൾ അല്ലെങ്കിൽ പുതിയ ദേശങ്ങൾ ആരംഭിക്കുന്നത് മുന്നേറുന്നതിലൂടെയാണ്. ഒരാൾ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പുതിയ പ്രദേശത്തേക്ക് പോകാൻ പറ്റുമോ? എത്ര പേർക്ക് താല്പര്യമുണ്ട്? പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നത്തെ ഫോക്കസ് വേർഡ് ന്യൂ ടെറിട്ടറീസ്. ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യാമോ? എല്ലാവരും ചെയ്യണം. ഇത് ലൈവായി കാണുന്നവർ റീപ്ലേ ഒരു ദിവസമോ 2 ദിവസമോ അതിന് ശേഷം എപ്പോൾ കാണുന്നവരും ന്യൂ ടെറിട്ടറീസ് എന്ന് ടൈപ്പ് ചെയ്യുക. അതാണ് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ നിങ്ങളുടെ ബൈബിൾ ആപ്പിൽ നിന്ന് ആവർത്തന പുസ്തകം 11:24 കോപ്പി ചെയ്ത് ഇടുക. ഇനി ഓരോന്നും നിങ്ങളുടെ ഡയറിയിൽ എഴുതണം. ടൈപ്പ് ചെയ്യുന്നവരൊക്കെ അതിന് ശേഷം ടൈപ്പ് ചെയ്ത് ഈ കമൻറ്റ് സെക്ഷനിലേക്ക് ഇട്ട് കൊടുക്കണേ. നമ്പർ 1 ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പുതിയ പ്രദേശങ്ങൾ ആരംഭിക്കുന്നത് പുതിയ അല്ലെങ്കിൽ മുന്നേറ്റത്തിലൂടെയാണ്, മുന്നേറുന്നതിലൂടെയാണ് പുതിയ പ്രദേശങ്ങൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഗോഡ് സെഡ് എവറി പ്ലേസ് വേർ യു സെറ്റ് യുവർ ഫുട്ട്. അവിടെ പറയുന്നത് എവിടെയെല്ലാം നിൻ്റെ കാൽ വയ്ക്കുമോ, എവിടെയെല്ലാം നിൻ്റെ കാൽ ചവിട്ടുമോ. പൊസിഷൻ വാസ് കണക്റ്റഡ് ടു മൂവ്മെൻറ്റ്. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ പുതിയ പ്രദേശങ്ങൾ കാൽ ചവിട്ടാൻ, അതായത് പുതിയൊരു ദേശം കൈയടക്കാൻ വേണ്ടി പോകുമ്പോൾ കാൽ ചവിട്ടുന്ന ദേശമൊക്കെ നിങ്ങളുടെ സ്വന്തമായി തരാമെന്നാണ് വാഗ്ദത്തം. കാൽ ചവിട്ടണ്ടേ? നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നാൽ ഈ ദേശത്തെ കൈയടക്കുവാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി കാലടികൾ വെച്ച് മുന്നിലേക്ക് പോകണം. ദ പ്രോമിസ് എക്സിസ്റ്റഡ് ബട്ട് ദേ ഹാഡ് ടു സ്റ്റെപ്പ് ഫോർവേഡ്. വാഗ്ദത്തം കിട്ടി, പക്ഷേ ഇത് കയ്യിൽ വരണമെങ്കിൽ, ദേശം കയ്യിൽ വരണമെങ്കിൽ അവർ മുന്നോട്ട് നടന്നേ പറ്റൂ. നിൽക്കുന്ന നിൽപ്പിൽ ഒരിക്കലും ദേശത്തെ കൈയടക്കാൻ സാധ്യമല്ല. മെനി പീപ്പിൾ ഡിസയർ ന്യൂ സീസൺസ് വൈൽ റിമൈനിങ് ഇൻ ഓൾഡ് പൊസിഷൻസ്. ഒത്തിരി പേർക്ക് ജീവിതത്തിലൊരു മാറ്റം വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കുറേ നാളായി, കഴിഞ്ഞൊരു 5-8 വർഷമായിട്ട് ജീവിതം ബ്രദറെ ഇങ്ങനെ തന്നെ ഇരിക്കുക. ഒരു തരത്തിലും നമുക്ക് മുന്നേറ്റമില്ല. പക്ഷെ വാഗ്ദത്തമുണ്ട്. ഒത്തിരി പേർ പ്രവാചകന്മാർ പറഞ്ഞു, ഒത്തിരി പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടി, ഞാൻ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്കൊരു വാഗ്ദത്തം തന്നു. ഇതെല്ലാം ശരിയാണ്, പക്ഷേ ലൈഫ് എങ്ങോട്ടും പോകുന്നില്ല. അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത്, ആ ഇപ്പോഴത്തെ പൊസിഷനിൽ നിന്ന് മുന്നോട്ട് ചില കാലടികൾ വയ്ക്കുമ്പോൾ മാത്രമാണ് പുതിയ പ്രദേശങ്ങളെ കൈവശമാക്കാൻ, പുതിയ ടെറിട്ടറികളെ കൈവശമാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 3. ജോഷുവയുടെ പുസ്തകം 1:3 കാണുന്നത്, ഐ വിൽ ഗിവ് യു എവറി പ്ലേസ് വേർ യു സെറ്റ് യുവർ ഫുട്ട്. വീണ്ടും വരുന്നു, നീ പോകുന്ന പ്രദേശമൊക്കെയും, അതിനേക്കാൾ നിൻ്റെ കാൽ വയ്ക്കുന്ന ഈ കാലിൻ്റെ അടി അതെവിടെയൊക്കെ കൊണ്ടുപോയി പതിപ്പിക്കുമോ അതെല്ലാം ഞാൻ നിനക്ക് തരും. അപ്പോൾ ഈ വാഗ്ദത്തം വരുമ്പോൾ അതിന് ആക്ച്വലി ഈ ദൈവം പറയുമ്പോൾ അതിനകത്തൊരു പ്രോമിസും ഉണ്ട്, ഒരു ആക്ഷനും ഉണ്ട്. പ്രോമിസ് എന്താണ്? കൈ പിടിക്കാനുള്ളതാണ്. ഈ ദേശം എൻ്റെ കയ്യിൽ കർത്താവ് തന്നിരിക്കുന്നു, അഥവാ വന്നുകൊണ്ടിരിക്കുന്നുള്ള വാഗ്ദത്തം. ആക്ഷൻ എന്താണ്? കാൽ ചവിട്ടണം. കാൽ ചവിട്ടണമെങ്കിൽ ഒരു കാൽ ചവിട്ടി മറ്റേ കാൽ മുന്നിലേക്ക് വെക്കണം. അത് ചവിട്ടി ഈ കാലെടുത്ത് അതിൻ്റെ മുന്നിലേക്ക് വെക്കണം. മുന്നിലേക്ക് കാൽപാദങ്ങൾ വെച്ചെങ്കിൽ മാത്രമേ വാഗ്ദത്തം കയ്യിൽ വരുള്ളൂ. ഇനി ഹീബ്രൂസ് 11:8, എബ്രായ ലേഖനം 11:8, ബൈ ഫെയ്ത്ത് എബ്രഹാം ഒബെയ്ഡ് ആൻഡ് വെൻറ്റ്. വിശ്വാസത്താൽ അബ്രഹാം അനുസരിച്ചു പുറപ്പെട്ടു. ഇതേ വാഗ്ദത്തമാണ് അബ്രഹാമിന് കിട്ടിയത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടൊക്കെ ഇങ്ങനെ തല ഉയർത്തി നോക്കാൻ പറഞ്ഞു. കണ്ടു. ഇനി കണ്ടാൽ മാത്രം പോരാ, ഇനി നീ എന്ത് ചെയ്യണം? നിൻ്റെ കാലടികൾ അവിടെ എല്ലാം പതിപ്പിക്കണം. അതോടുകൂടി ഇതെല്ലാം തന്നേക്കാം. ജെയിംസ് 2:17, യാക്കോബിൻ്റെ ലേഖനം 2:17, ഫെയ്ത്ത് ബൈ ഇറ്റ് സെൽഫ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് അക്കംപനിഡ് ബൈ ആക്ഷൻ ഈസ് ഡെഡ്. വിശ്വാസം പ്രവൃത്തിയില്ലാതിരുന്നാൽ നിർജ്ജീവം അത്രേ. ഒരാൾ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, വിശ്വാസ പ്രമാണം മൊത്തം ഏറ്റുപറയുന്നു. പക്ഷെ ആക്ഷൻ ഇല്ലെങ്കിൽ അത് വിശ്വാസമേ അല്ല, അത് വെറുതെ പൊളിവാക്കാണ്. ചുരുക്കി പറഞ്ഞാൽ, വിശ്വാസത്താൽ കാലടികൾ വെച്ച് മുന്നിലേക്ക് പോകാൻ മനസ്സുള്ളവർക്ക് മാത്രമേ
പുതിയ അതിരുകൾ, പുതിയ പ്രദേശങ്ങൾ, പുതിയ ദേശങ്ങൾ കൈവശമാക്കാൻ സാധിക്കും. ഒരു കപ്പൽ, വലിയ കപ്പൽ ഷിപ്പ് യാർഡിൽ നിന്നും ഇറക്കി വെള്ളത്തിൽ വെച്ചു, കടലിലേക്ക് ഇറക്കി വെച്ചു. അതൊരു ഭയങ്കര സംഭവം. അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഷിപ്പെല്ലാം പൂർത്തിയാക്കിയ ശേഷം അത് വെള്ളത്തിലേക്ക് ഇറക്കുന്ന വീഡിയോ ഒന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിലേക്ക് ഒന്ന് നോക്കും. ഭയങ്കര സംഭവമാണ്. വെള്ളത്തിലേക്ക് ഇറക്കി അതിനുശേഷം അതിൻ്റെ ആ ഡോക്കിൽ എവിടെയെങ്കിലും അതവിടെ കെട്ടിയിട്ടാൽ പുതിയ പ്രദേശങ്ങൾ കാണാൻ പറ്റുമോ? പുതിയ പ്രദേശങ്ങൾ കാണണമെങ്കിൽ ആ ഡോക്കിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഹാർബറിൽ നിന്ന്, ആ പോർട്ടിൽ നിന്നും അത് നീങ്ങണം. നീങ്ങി ഓടി 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 പോകുന്ന വഴിക്കെല്ലാം പുതിയ പ്രദേശങ്ങൾ, പുതിയ രാജ്യങ്ങൾ, പുതിയ ദ്വീപുകൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ചോദ്യം, നിങ്ങളുടെ കപ്പൽ ഇപ്പോഴും ഷിപ്പ് യാർഡിൽ തന്നെയാണോ? ഡോക്കിലാണോ? എവിടെയെങ്കിലും തീരത്തണഞ്ഞു കിടക്കുകയാണോ? പുതിയ പ്രദേശങ്ങൾ കൈവശമാക്കണമെങ്കിൽ കപ്പൽ ഓടണം. മുന്നിലേക്ക് കപ്പൽ ഓടിയേ പറ്റൂ. എത്ര പേർ തീരുമാനിക്കും? സോ പ്രോഗ്രസ് ബിഗിൻസ് വിത്ത് മൂവ്മെൻറ്റ്. പുരോഗതി ആരംഭിക്കുന്നത് മുന്നേറ്റത്തിലൂടെയാണ്. പുരോഗതി എന്ന് പറയുന്ന കാര്യം എത്ര പേർക്ക് വേണം? പുരോഗതി വേണ്ടവർ ആരൊക്കെയുണ്ട്? ജീവിതത്തിൽ പുരോഗതി വേണമെങ്കിൽ മുന്നേറണം. അത് ഇഞ്ചിഞ്ചായാണേലും, അല്ലെങ്കിൽ ഓരോ മീറ്റർ ആണെങ്കിൽ പോലും, ഓരോ അടിവെച്ചാണെങ്കിൽ പോലും അതൊരു മുന്നേറ്റമാണ്. ഒരല്പമാണെങ്കിൽ പോലും അത് മുന്നേറ്റമാണ്. രണ്ടാമത്തെ പോയിൻ്റ് എഴുതിക്കോ. ന്യൂ ടെറിട്ടറീസ് റിക്വയർ കറേജ്. പുതിയ പ്രദേശങ്ങൾക്ക് വേണ്ടത് ധൈര്യമാണ്. അതായത് പുതിയ പ്രദേശങ്ങൾ കൈവശമാക്കണമെങ്കിൽ ധൈര്യം വേണം. ധൈര്യമില്ലാതെ അടുത്ത ഒന്നിലേക്ക് നീങ്ങാൻ സാധ്യമല്ല. എല്ലാവരും ഒന്ന് പറഞ്ഞ് കറേജ്, ധൈര്യം. ഇസ്രായേൽ വാസ് എൻറ്ററിങ് ലാൻഡ്സ് occupied by strong nations. ശരിക്കും അബ്രഹാമിനാണ് ആദ്യത്തെ വാഗ്ദത്തം കിട്ടുന്നത്. ഈ ദേശമെല്ലാം തരാം. അതിനുശേഷം അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ വർദ്ധിച്ച് അവസാനം അവർ മിസ്രയീം അല്ലെങ്കിൽ ഈജിപ്തിലായി. ഈജിപ്തിൽ നിന്നാണല്ലോ അവർ പുറപ്പെടുന്നത്. അതാണല്ലോ പുറപ്പാട്. അപ്പോൾ ഈ വാഗ്ദത്തങ്ങളിങ്ങനെ ഓരോ തലമുറയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കനാൻ ദേശം തരും, കനാൻ ദേശം തരും, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരവസാനം നൂറ്റാണ്ടുകൾക്ക് ശേഷം അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ച, മല്ലന്മാരെ പോലെയുള്ള ഭയങ്കരന്മാരായ ജയൻറ്റ് റേസ് ഒക്കെയാണ് അവിടെ താമസിക്കുന്നത്. അത് കണ്ടപ്പോഴേ അവരുടെ സകലവും ചോർന്നുപോയി. എവ്രി ന്യൂ ടെറിട്ടറി യൂഷ്വലി കണ്ടെയ്ൻസ് ചാലഞ്ചസ്, റെസിസ്റ്റൻസ് ആൻഡ് അൺസർട്ടൈനിറ്റി. എല്ലാ പുതിയ അതിരുകളും സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് ഭയങ്കരമായ വെല്ലുവിളിയും, അതുപോലെ റെസിസ്റ്റൻസും, അതുപോലെ അൺസർട്ടൈനിറ്റിയും എല്ലാം ഉണ്ടായിരിക്കും. അതായത് തടസ്സങ്ങൾ. പുതിയൊരു പ്രദേശം കൈവശമാക്കണമെങ്കിൽ അതിഭയങ്കരമായ തടസ്സങ്ങളുണ്ടാകും, വെല്ലുവിളികൾ ഉയരും, അനിശ്ചിതാവസ്ഥ ഉണ്ടാകും. ഇത് സംഭവിക്കുമോ, കിട്ടുമോ, എന്തെല്ലാം വിഷയങ്ങളാണ് അതായത് പുതിയൊരു സ്ഥലം നമ്മൾ കൈയടക്കും. എന്തിനു പറയുന്നു? ചില ആളുകൾ ചില ഗ്രാമങ്ങളിലേക്ക് ചെന്ന് സ്ഥലം മേടിക്കും. സ്ഥലം മേടിച്ച് കഴിയുമ്പോൾ ആ സ്ഥലം അതുവരെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ സ്വന്തമൊന്നുമല്ല, പക്ഷേ നോ മാൻസ് ലാൻഡ് പോലെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ ഇവർ വന്ന് ആ സ്ഥലം മേടിച്ച് ബിൽഡിങ്ങൊക്കെ പണിയാൻ തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായ ആളുകൾ എതിർക്കുന്നു, അത് പറയുന്നു, ഇത് പറയുന്നു, പ്രശ്നങ്ങളൊക്കെ തുടങ്ങാറുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു രാജ്യം മുഴുവൻ പുറപ്പെട്ടു വന്ന് ഒരു പ്രദേശത്തെ കീഴടക്കുന്ന സമയത്തുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തം എതിർപ്പുകളെ ഒഴിവാക്കിയില്ല. എതിർപ്പുകൾ അതുപോലെ തന്നെയുണ്ട്. വാഗ്ദത്തം ഇവരുടെ കയ്യിലുണ്ട്, എതിർപ്പുകൾ ദേശത്തുണ്ട്. എന്നാൽ ദൈവം അവർക്ക് കൊടുത്തതെന്തെന്നറിയാമോ? കോൺഫിഡൻസ്, ധൈര്യം. ഇതിനൊക്കെ അഭിമുഖീകരിക്കുവാനുള്ള ശാക്തീകരണം അതത് സമയത്ത് വന്നുകൊണ്ടിരുന്നു. ജോഷുവ 1:9 നോക്കിയാൽ, യോശുവ 1:9 ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. ശക്തനും ഉറപ്പുള്ളവനും ശക്തനുമായിരിക്കാൻ, ധൈര്യശാലിയായിരിക്കാൻ പറഞ്ഞു. 27-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ദ ലോർഡ് ഈസ് മൈ ലൈറ്റ് ആൻഡ് മൈ സാൽവേഷൻ, whom shall I fear? ദൈവം എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും? എനിക്ക് പേടിക്കാൻ പറ്റിയ ഒരാൾ വേണ്ടേ? കാരണം ദൈവമാണ് എൻ്റെ
രക്ഷയും വെളിച്ചവും. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഈ ഒത്തിരി ധൈര്യം കാണിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ട്രാഫിക് പോലീസിൻ്റെ അടുത്തും ജനങ്ങളുടെ അടുത്തും ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഭയങ്കര ധൈര്യം കാണിക്കുന്നവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പിടിപാടോ അല്ലെങ്കിൽ ടോപ്പ് ലെവലുള്ള ആളുകളുമായിട്ട് കണക്ഷനുള്ള ആളുകൾക്കാണ് എന്തിനും ഭയങ്കരമായ ബലമുള്ളത്. കാരണം എനിക്ക് പിടിയുണ്ടെന്നേ, എനിക്ക് ഇന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് പിടി. DGP എൻ്റെ ഇന്ന ആൾ, IG എൻ്റെ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്നതിൻ്റെ അതിൻ്റെ ആരാണെന്ന് വെച്ചാൽ ആ ഹെഡിലുള്ള ആൾ എൻ്റെ ആളാണ്, രാഷ്ട്രീയത്തിൽ ഇന്ന ആളുകൾ എൻ്റേതാണ്. ഇതാണ് ഈ തോന്നൽ, അല്ലെങ്കിൽ ഈ അറ്റാച്ച്മെൻറ്റ്, ഈ റിലേഷൻഷിപ്പാണ്, ആ സപ്പോർട്ടാണ് ആൾക്ക് ധൈര്യം കൊടുക്കുന്നത്. ഇവിടെ ദാവീദ് പറയുന്ന കാര്യം സങ്കീർത്തനം 27:1, "The Lord is my light and my salvation, whom shall I fear?" ഇതിൻ്റെ 10ാമത്തെ വചനത്തിലേക്ക്, അതായത് സങ്കീർത്തനം 27:10 വരുമ്പോൾ വളരെ വ്യത്യസ്തമായൊരു സിനേറിയോ ആണ് കാണുന്നത്. എൻ്റെ അപ്പനും അമ്മയും വരെ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നെങ്കിലും ദൈവമേ നീ എന്നെ ചേർത്തുകൊള്ളു എന്ന് വെച്ചാൽ, വീട്ടിൽ നിന്നും റിജക്ഷനായി ഒരു വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന സമയത്താണ് പറയുന്നത്, "The Lord is my light and my salvation, whom shall I fear?" ദൈവം എൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും? അപ്പോൾ ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന പലർക്കും ഉന്നതത്തിൽ പിടിപാടില്ല, പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ അറിയില്ല, രാഷ്ട്രീയക്കാരറിയില്ല, ഉന്നതന്മാരായ ആരേ അറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുവാണ്, ഈ വചനം ഒന്ന് മുറുകെ പിടിച്ചാൽ മതി. ഇവരെക്കാളൊക്കെ ഉയരത്തിൽ എനിക്ക് പിടിപാടുണ്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ദൈവം എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. എല്ലാവരും അതൊന്ന് പറഞ്ഞേ, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ മതി. കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, ദൈവം എൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു. പറഞ്ഞേ, ദൈവം എൻ്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ദൈവം എൻ്റെ വെളിച്ചവും രക്ഷയുമാകുന്നു. ഈ ഉറപ്പുണ്ടെങ്കിൽ ധൈര്യം കിട്ടി. 2 തിമോത്തിയോസ് 1:7, "God has not given us a spirit of fear." ദൈവം നമുക്ക് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്, സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഫിയർ കീപ്സ് മെനി പീപ്പിൾ അറ്റ് ദ ബോർഡർ ഓഫ് ബ്ലെസ്സിങ്. കറേജ് ക്യാരീസ് ദം അക്രോസ്. ഒത്തിരി പേർക്കും ഭയമാണ് അനുഗ്രഹത്തിൻ്റെ അതിര് വരെ അവിടെ പിടിച്ച് തടഞ്ഞു വെച്ചിരിക്കുക. അതിൻ്റെ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല. അനുഗ്രഹത്തിൻ്റെ അറ്റം വരെ എത്തി. ക്രോസ് ചെയ്യണമെങ്കിൽ ധൈര്യം വേണം, പക്ഷെ ധൈര്യമില്ല. അതുകൊണ്ട് കറേജ് ക്യാരീസ് ദം അക്രോസ്. ദൈവത്തിൽ നിന്നും 27-ാം സങ്കീർത്തനം 1-ാം വചനത്തിൽ കണ്ടതുപോലെ ദൈവത്തിൽ നിന്നും ഒരു ധൈര്യമുണ്ടെങ്കിൽ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യമുണ്ടെങ്കിൽ ഈ അതിർവരമ്പുകളെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകും. സാധാരണ ഈ പർവ്വതാരോഹണം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ചില സമയത്ത് ക്ലിഫ് പോലെ വളരെ കടുംതൂക്കായ പാറയിലൂടെയൊക്കെ അവർ കയറണം. പക്ഷെ വൺസ് അതിൻ്റെ മുകളിൽ കയറിക്കഴിഞ്ഞാൽ ഭയങ്കരമായൊരു കാഴ്ച കിട്ടും. എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഭയങ്കരമാണ്, വ്യൂ ഭയങ്കരമാണ്. സോ ഹയർ ഗ്രൗണ്ട് ഓഫ്റ്റൻ റിക്വയർസ് ബ്രേവ് സ്റ്റെപ്സ്. പക്ഷേ ഇവിടുന്ന് അവിടെ വരെ കയറണമെന്നുണ്ടെങ്കിൽ ധൈര്യം വേണം. ഞാൻ കയറുമോ? ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അങ്ങനെയുള്ള ആ രീതിയിലുള്ള അഡ്വഞ്ചറസ് ആയതിലൂടെ കയറി പിടിച്ച് അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുള്ള നിങ്ങൾ ആരെങ്കിലും കാണുമായിരിക്കും. അങ്ങനെ ഒരു ധൈര്യത്തോടുകൂടി അതിൻ്റെ മുകളിൽ കയറാമെങ്കിൽ വ്യൂ അങ്ങ് മാറും. നമ്പർ 3 എഴുതുക. ന്യൂ ടെറിട്ടറീസ് മസ്റ്റ് ബി ക്ലെയിംഡ് ഡെയിലി. പുതിയ ദേശങ്ങൾ ദിവസവും എങ്ങനെ അവന് പറയേണ്ടത്, ക്ലെയിം ചെയ്യണം, അല്ലെങ്കിൽ അവകാശം പറയണം. പുതിയ ദേശങ്ങൾക്ക് വേണ്ടി ദിവസവും അവകാശം പറയണം. Because the promise was brought, but each step had to be taken one place at a time. അതായത് ഇപ്പോൾ അബ്രഹാം മുതൽ ഇങ്ങോട്ട് ഓരോരുത്തരോട് മോശയോടൊക്കെ പറഞ്ഞ് ജോഷുവയുടെ കാലം വന്നു. ജോഷുവയുടെ കാലം വന്നു കഴിഞ്ഞ സമയത്ത് ദിവസം എന്ന് വെച്ചാൽ വാഗ്ദത്തം കയ്യിലുണ്ട്, ദേശം തന്നിരിക്കുവാണ്. പക്ഷേ ഓരോ സ്റ്റെപ്പുകളായിട്ട് ദിവസം തോറും എടുത്തെടുത്ത് പോകുമ്പോഴാണ് ആ പ്രദേശം കയ്യിൽ വരുന്നത്. ഇങ്ങനെ ചുറ്റോട് ചുറ്റും പോയി വന്നു കഴിയുമ്പോൾ ദേശത്തെ കൈവശമാക്കുന്നത് പൂർത്തിയാവും. അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ ആവർത്തനം കഴിഞ്ഞ് ജോഷുവയുടെ പുസ്തകത്തിലേക്കൊക്കെ കയറി കഴിയുമ്പോൾ ഓരോരോ ആ പോയ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ചുള്ള ചരിത്രം നമ്മളിവിടെ കാണുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ God often gives large promises through small daily progress.
ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള പ്ലാനുകളും പദ്ധതികളും വാഗ്ദത്തങ്ങളും വളരെ വലുതായിരിക്കാം. എന്നാൽ ദിവസവും അല്പാൽപമായി ചുവടുകളെടുത്തെങ്കിൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ. അതല്ലാതെ മൊത്തത്തിൽ ഒറ്റയടിക്ക് നോ. ഓരോ കുറേശ്ശെയായി കൈയടക്കി കീഴടക്കി വരുമ്പോൾ മൊത്തം നമ്മുടെ സ്വന്തമായി മാറും. ലൂക്കോസിൻ്റെ സുവിശേഷം 16:10 ഈയിടയ്ക്ക് അനേക പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. അത്യല്പത്തിൽ വിശ്വസ്തരെയാണ് ദൈവം അധികത്തിന് വിചാരകരാക്കുന്നത്. സദൃശവാക്യങ്ങൾ 4:18 ദ പാത്ത് ഓഫ് ദ റൈച്ചസ് ഈസ് ലൈക്ക് ദ മോർണിംഗ് സൺ ഷൈനിങ് എവർ ബ്രൈറ്റർ. നീതിമാൻ്റെ പാതകൾ എന്താകുന്നു? പ്രഭാത സൂര്യനെ പോലെയാണ്. എന്നും അത് ഈ പ്രഭാത സൂര്യൻ ഉദിച്ചുദിച്ച് കയറുമ്പോൾ കൂടുതൽ പ്രകാശമാണ്. പ്രഭാതത്തിൽ സൂര്യോദയത്തിൻ്റെ സമയത്തുള്ളതിനേക്കാൾ ബ്രൈറ്ററായിട്ടാണ് മുകളിലേക്ക് പൊങ്ങുന്തോറും വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് നീതിമാൻ്റെ പാത. അപ്പോൾ കർത്താവ് വിശ്വസിക്കുന്ന ഏവരും നീതിമാന്മാരാണെന്ന് ഞാൻ പറയാറുണ്ട്. നീതിമാൻ്റെ പാതയിൽ ഓരോ പ്രാവശ്യവും അവൻ്റെ പാതകൾ മുന്നിലേക്ക് പോകുന്തോറും കൂടുതൽ അവിടെ പ്രകാശം ചുരിഞ്ഞുകൊണ്ടിരിക്കും. അതായത് കൂടുതൽ ക്ലാരിറ്റി, കൂടുതൽ വ്യക്തത ഒക്കെ കർത്താവ് തരും. ഗലാത്യലേഖനം 6:9 അറ്റ് ദ പ്രോപ്പർ ടൈം വി വിൽ റീപ്പ് ഇഫ് യു ഡു നോട്ട് ഗിവ് അപ്പ്. ഇത് ഞാൻ കൂടെ പറയാറുണ്ട്. നമ്മൾ മടുത്തു പോകാതിരിക്കുവാണെങ്കിൽ തക്ക സമയത്ത് നമുക്ക് കൊയ്യും. ടെറിട്ടറി ഈസ് യൂഷ്വലി ഗെയിൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, നോട്ട് ഓൾ അറ്റ് വൺസ്. ഈ അതിരുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെറിട്ടറി ഈസ് യൂഷ്വലി ഗെയിൻ സ്റ്റെപ്സ് ബൈ സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പ് എടുത്തെടുത്താണ് ഈ അതിരുകൾ മുഴുവൻ നമുക്ക് കൈവശമാക്കാൻ പറ്റുന്നത്. എല്ലാം കൂടെ ഒറ്റയടിക്കല്ല. ഇത് ജീവിതത്തിൻ്റെ ഒരു വലിയ ലെസനാണ്. പെട്ടെന്ന് ഒറ്റയടിക്കല്ല എല്ലാം കൂടെ നമ്മുടെ കയ്യിൽ വരുന്നത്. എങ്ങനെയാണത് വരുന്നത്? ഓരോ ദിവസവും ഇന്നത്തെ ദിവസം ചിലതൊക്കെ കൈവശമാക്കാനുണ്ട്, അത് ഇന്ന് ചെയ്യണം. ഇന്നത് മടിഞ്ഞാൽ അത്രയും നഷ്ടമാണ്, അത്രയും നമ്മുടെ കയ്യിൽ വരാതിരിക്കും. സോ വാഗ്ദത്തങ്ങൾ ഓരോ ദിവസവുമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് അത് എൻക്രോച്ച് ചെയ്ത് അല്ലെങ്കിൽ കൈവശമാക്കി വേണം മുന്നിലേക്ക് പോകാൻ. കൃഷിപ്പാടങ്ങളിൽ ഈ ട്രാക്ടറുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈവൻ കാളയെ പൂട്ടി ഉഴുകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. കൾട്ടിവേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഓരോ റോ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാക്ടറുകൾ ഓടിച്ച് അല്ലെ കലപ്പ ഓടിച്ച് ഓരോ റോ ആയിട്ടാണ് അത് പോകുന്നത്. അങ്ങനെ പോയി കഴിയുമ്പോൾ ആ മൊത്തം വയലും അതുപോലെ ഉഴുതുമറിക്കാൻ സാധിക്കും. 4-ാമത്തേത് എഴുതുക. ന്യൂ ടെറിട്ടറീസ് ആർ ഗിവൺ ഫോർ പർപ്പസ്. പുതിയ ദേശം നമുക്ക് നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു ദൈവിക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ ചരിത്രം നോക്കുകയാണെങ്കിൽ ഗോഡ് ഡിഡ് നോട്ട് ബ്ലെസ് ഇസ്രായേൽ വിത്ത് ലാൻഡ് മിയർലി ഫോർ കംഫർട്ട് ബട്ട് ഫോർ കവനന്റ് പർപ്പസ്. ഇസ്രായേലിന് ദൈവം ഇത്രയും വർഷങ്ങളായിട്ട് പറഞ്ഞ വാഗ്ദത്തം, ആ ദേശം എന്തിനു വേണ്ടിയാണ് കൊടുത്തതെന്നറിയാമോ? അവരവിടെ പോയി സുഖിച്ചങ്ങ് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. അവിടെ ഒരു കവനന്റ് പർപ്പസ് ഉണ്ട്. ദൈവിക ഉടമ്പടിയുടെ ഒരു ഉദ്ദേശം അവിടെ നിറവേറാനുണ്ട് ആ ലാൻഡിൽ. കാരണം അതിനുശേഷം ആ ലാൻഡിലാണ് ദൈവപുത്രൻ വന്ന് ജീവിക്കാനുള്ളത്. എന്ന് മാത്രമല്ല അതേ സ്ഥലത്തേക്കാണ് യേശു രണ്ടാമത് മടങ്ങി വന്ന് ഈ ഭൂമിയിൽ വാഴാനുള്ളത്. സോ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ന്യൂ ടെറിട്ടറീസ് ഇൻ ലൈഫ്, ഓപ്പർച്യൂണിറ്റീസ്, ഇൻഫ്ലുവൻസ്, റിസോഴ്സ്, മിനിസ്ട്രി ആർ എൻട്രസ്റ്റഡ് ഫോർ ഗോഡ്സ് ഗ്ലോറി. നമ്മുടെ ജീവിതത്തിലും അതിരുകളെ വിശാലമാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണെന്നുള്ളത് മറക്കരുത്. ഉൽപ്പത്തി പുസ്തകം 12:2 ഐ വിൽ ബ്ലെസ് യു ആൻഡ് യു വിൽ ബി എ ബ്ലെസ്സിങ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും. മത്തായി 5:16 ലെറ്റ് യുവർ ലൈറ്റ് ഷൈൻ ബിഫോർ അതേഴ്സ്. നിൻ്റെ പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. എൻ്റെ അർത്ഥം ദൈവം ഒന്ന് തരുന്നത് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാനാണ്. 1 Corinthians 10:31 കാണുന്നത് വാട്ട് എവർ യു ഡു ഇറ്റ് ഓൾ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഇൻക്രീസ് വിത്തൗട്ട് പേർപ്പസ് ബിക്കംസ് വേസ്റ്റ്. ഉദ്ദേശമില്ലാതെ ഒരാൾക്ക് കുറേ അധികം കാര്യങ്ങൾ കിട്ടിയാൽ അത് പാഴായിപ്പോവും. ആവശ്യത്തിലധികം പണം കിട്ടുന്ന കുറേ ആളുകളുണ്ട്, അവരത് വെറുതെ പാഴാക്കി കളയും.
അതുപോലെ ഇൻക്രീസ് വിത്ത് പേർപ്പസ് ബിക്കംസ് ലെഗസി. എന്നാൽ ഇൻക്രീസ് വിത്ത് പേർപ്പസ്, ഒരു ഉദ്ദേശത്തോടു കൂടി ഒരാൾക്കൊരു വർധനവുണ്ടായാൽ അതിനുശേഷം ഒരു പൈതൃകം അല്ലെങ്കിൽ അതിനുശേഷം ഒരു പിന്തുടർച്ച ഉണ്ടായിരിക്കും. ഒരാൾക്ക് സാധാരണയേക്കാൾ വലിയ വിശാലമായൊരു മുറി കിട്ടി. എന്നാൽ ആ മുറിക്ക് മൂല്യമുണ്ടാകണമെങ്കിൽ അതിനെ നന്നായി യൂസ് ചെയ്യണം. ആ മുറിയുടെ ഓരോ കോർണറും ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോഴേ ആ മുറിക്ക് അതിനൊരു മൂല്യമുള്ളൂ. ഇതുപോലെ ഗോഡ് എൻലാർജസ് അവർ ലൈഫ്സ് സോ ദേ ക്യാൻ ക്യാരി ഗ്രേറ്റർ പർപ്പസ്. നമ്മുടെ ജീവിതത്തെയും കർത്താവ് വിശാലതയിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ കൂടുതൽ വിശാലമായ ഉദ്ദേശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവം വിശാലമാക്കുന്നത് അവൻ്റെ മഹത്വത്തിനും അവൻ്റെ ഉദ്ദേശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടുമാണ്. ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്തം എന്തായിരുന്നു? ആവർത്തന പുസ്തകം 11:24 പറഞ്ഞു, എവ്രി പ്ലേസ് വെർ യു സെറ്റ് യുവർ ഫുട്ട് വിൽ ബി യുവേഴ്സ്. നീ കാൽ വയ്ക്കുന്ന ദേശമെല്ലാം നിൻ്റേതായിരിക്കും. പ്രൈസ് ഗോഡ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ നാളുകളിൽ തന്നെ ഒരു വലിയ വിശാലത, പുതിയ ദേശങ്ങൾ അല്ലെങ്കിൽ പുതിയ അതിരുകൾ, പുതിയ പ്രദേശങ്ങൾ കർത്താവ് തുറന്നു തരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ അതിരുകൾ വിശാലമാകട്ടെ, എല്ലാവരുടെ അതിരുകൾ വിശാലമാകട്ടെ. കർത്താവെ, എല്ലാവരുടെയും അതിരുകൾ വിശാലമാകട്ടെ. ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. മൈഗ്രെയിൻ ഹെഡേക്സ് സൗഖ്യമാകട്ടെ, തൈറോയിഡിൻ്റെ പ്രോബ്ലംസ് സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് മുഴകളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറിപ്പോട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ഓരോരുത്തരെയും ബ്ലസ് ചെയ്തിരിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കിയതിനായി നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. കർത്താവ് ഒത്തിരി ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ.